ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവെ ചാനൽ. തളപതി വിജയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ അറിയാമല്ലോ. നിങ്ങളെല്ലാവരും ന്യൂസിലും റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടതാണ്. ഒരു പ്രഷർ സിറ്റുവേഷൻ, അത് പുള്ളി എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഈ ഒരു ഇന്ത്യ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ്. കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ സിനിമകളിൽ നമ്മൾ പല നായകന്മാരും എന്താ പറയുക, മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനതയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്നത്, സംസാരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും റിലേറ്റബിൾ ആയിട്ട് നമുക്ക് തോന്നും. ബട്ട് സിനിമയ്ക്ക് പുറത്ത് വരുമ്പോൾ, അതായത് നോർമലായിട്ട് വരുമ്പോൾ അവരിതൊന്നും സംസാരിക്കുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല. അതേ സിനിമയിലിട്ട പോരാട്ടങ്ങളോ പ്രൊട്ടസ്റ്റുകളോ അവർ പുറത്തിടുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെ കൊണ്ടാണ്. കാരണം ആ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും വരുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ട കുറച്ച് ത്രെട്ടനിങ്ങും അല്ലെങ്കിൽ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതിപ്പോൾ തളപതി വിജയാണ് മെയിൻ ഉദാഹരണം. എന്താ പുള്ളി ഇപ്പോൾ അനുഭവിക്കുന്ന കണ്ടില്ലേ, ആ ഒരു CBI എൻക്വയറി, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി പ്രഷർ, പിന്നെ സിനിമ പ്രഷർ, ജനനായകൻ റിലീസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഉള്ള. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒന്നും ഫേസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള ലീഡ് ആക്ടേഴ്സ് ആയാലും ചെറിയ ആക്ടേഴ്സ് ആയാലും ഇവർ ഇതുപോലുള്ള സംസാരങ്ങൾ സിനിമയിൽ മാത്രം ഒതുക്കിയിട്ട് പുറത്ത് അവർ സംസാരിക്കുന്നില്ല. കാരണം പുറത്ത് സംസാരിച്ച ഇതുപോലുള്ള CBI ED IT റെയ്ഡും കാര്യങ്ങളൊക്കെ വരും, പോലീസിൻ്റെ എന്നൊക്കെ ദേഷ്യങ്ങളും അതൊക്കെ വരും, പാർട്ടി റൂളിംഗ് പാർട്ടിയുടെ എന്ന് വെറുതെ ദേഷ്യങ്ങൾ വരും. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഓരോ ഇഷ്യൂസ്, ഓരോ കയേഴ്സും ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദളപതി വിജയ് എന്ന ഒരാളുടെ രണ്ട് തലങ്ങളാണ്. അതായത് ഫിലിം ഒന്ന്, രണ്ടാമത് പൊളിറ്റിക്സ് വരുന്നു. അപ്പോൾ രണ്ട് സൈഡും ഇപ്പോൾ ദളപതി വിജയ് ആ ഒരു ഹാൻഡ്ലിങ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് ഇപ്പം ആദ്യം നമ്മൾ ഫിലിം തന്നെ പറയാം. ജാനുവരി 9, 2026 റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു ദളപതി വിജയ് നായകനായ ജനനായകൻ. H. വിനോദാണ് സംവിധാനം, അനിരുദ്ധാണ് മ്യൂസിക്, കേവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഡിസംബർ 18, 2025 സെൻസർ CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് ജനനായകൻ ടീം സിനിമ അയച്ചു കൊടുക്കുമ്പോൾ മൈനർ കട്ട്സുകളുണ്ട്, മാറ്റണമെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. അതേ ഡിസംബർ 22, 2025 കട്ട്സൊക്കെ മാറ്റിയിട്ട് വീണ്ടും ജനനായകൻ്റെയും CBFCക്ക് അയച്ചു കൊടുക്കുന്നു. CBFC വാക്കാൽ US സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞതല്ലാതെ പ്രൂഫായിട്ടൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ജാനുവരി 5, 2026 ഏത് റിലീസിന് 3 ദിവസം മുന്നേ പറയുകയാണ്, നിങ്ങൾ ഇമെയിൽ, ഒരു കേവിൻ പ്രൊഡക്ഷൻസിന് ഒരു ഇമെയിൽ അയച്ചിട്ട് പറയുകയാണ്, ഒരു പരാതി വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ സിനിമയ്ക്ക് സെൻസർ തരുന്നതിൽ ഒരു പ്രോബ്ലം ഉണ്ട്, തരാൻ കഴിയില്ല എന്ന്. അങ്ങനെ ഇരിക്കെ സിനിമ ഇറക്കണം, 9-ാം തീയതി സിനിമ ഇറക്കണ്ടേ കേവിൻ പ്രൊഡക്ഷൻസിന്. 500-600 കോടിയോളം മുതൽ മുടക്കുള്ള ചിത്രമാണ്. അപ്പോൾ ആ സിനിമ ഉടനടി തന്നെ കേവിൻ പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ US സർട്ടിഫിക്കറ്റ് നൽകണമെന്നും ഇതുപോലുള്ള രൂക്ഷ വിമർശനങ്ങൾ ഇനി ഉണ്ടാകരുതെന്നും CBFCക്ക് താൽക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രാവിലെ ഉള്ള ഒരു ദിവസം ഒരു ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ജനനായകന് ഒരു പോസിറ്റീവ് ദിവസമായിരുന്നു. മിനിറ്റുകൾക്കപ്പം തന്നെ CBFC അപ്പീൽ കൊടുത്തു. അതായത് ഇത്രയും അവർ ആക്റ്റീവായിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവർ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്ര ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. അവർ അപ്പീൽ കൊടുത്തു, ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ നേരത്തെ കൊടുത്ത ഓർഡർ സ്റ്റേ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഹിയറിംഗ് ജാനുവരി 21 വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ അത് അവിടെ കഴിയുകയാണ്. അപ്പോൾ പക്ഷേ പൊങ്കൽ റിലീസ് നടക്കുകയാണ്, ഹോളിഡേയ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ തന്നെ സിനിമ ഇറക്കണം, ഒരു തിരുവിഴയാക്കണം. അപ്പോൾ കേവിൻ പ്രൊഡക്ഷൻസ് എത്രയും പെട്ടെന്ന് സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി, മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെടുകയാണ്. അങ്ങനെ ജാനുവരി 12 സുപ്രീം കോടതി ആ ഹർജി പരിഗണിച്ചുകൊണ്ട് സംസാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നിരിക്കെ എന്തോ ഒരു കാരണത്താൽ അത് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ ആ സംസാരങ്ങൾ മുഴുവിപ്പിക്കാതിരിക്കുന്നു. അടുത്ത ദിവസം, അതായത് ഇന്ന് ജാനുവരി 13 ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ജാനുവരി 14 കാണാൻ ഒരു പൊങ്കൽ ലീവ്സൊക്കെ വരികയാണ്. അപ്പോൾ ഏതോ ഒരു ദിവസം സുപ്രീം കോടതി ലീവ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ സുപ്രീം കോടതി, ഹൈക്കോടതി എല്ലാം കാണാൻ നാഷണൽ ഹോളിഡേ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ടൊക്കെ ലീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിലും ഈ പെട്ടെന്നുള്ള അപ്പീൽ അവിടെ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പരിഗണിക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഹിയറിംഗ് ജാനുവരി 21 തന്നെയാണ് സത്യം പറഞ്ഞ കറക്റ്റ് ഒരു ദിവസം. അന്ന് എന്താണ് വരുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഇതിൽ ഏറ്റവും ഒരു ക്രൂരത എന്ന് പറയുന്നത്, ഇന്ന് അതായത് ജാനുവരി 13 ആ ഒരു ഹർജി പരിഗണിക്കുമെന്നിരിക്കെ CBFC ഉടനടി തടസ്സ ഹർജി കൊടുക്കുകയാണ്. ഇത്ര ആക്റ്റീവായിട്ടാണ് ഒരു സിനിമ മുതലാക്കാതെ ഒരു സിനിമയെ എങ്ങനെയെങ്കിലും ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആക്റ്റീവായിട്ട് പ്രയത്നിക്കുന്നത്. ഉടനെ തടസ്സ ഹർജി, അതായത് ഒരു പേരുണ്ട്,
കെവറ്റോ അങ്ങനെ എന്താണ് പേര്. അതായത് ഞങ്ങളറിയാതെ ഇതിൽ ഒരു നിയമങ്ങളോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരിത്, തടസ്സ ഹർജി ഞങ്ങളും അറിഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം ഇതിനൊരു മറുപടി പറയാമെന്നുള്ളൊരു അവർ കണ്ടിന്യൂസ് ആയിട്ട് ചലഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സിനിമ റിലീസ് ചെയ്യരുത്, സിനിമ റിലീസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല, സെൻസർ ഇഷ്യൂ ഉണ്ട്, ആ കാര്യങ്ങളും ഇതുകളും ഞാൻ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറയുകയാണ്. ആരോ പരാതി പറഞ്ഞെന്ന് എന്തൊക്കെ അറിയാലോ, നിങ്ങളിതൊക്കെ അറിഞ്ഞതാണ്. അപ്പോൾ സിനിമയെ മാക്സിമം റിലീസ് ചെയ്യാതിരിക്കുക എന്നുള്ള ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ഇതുവരെയായിട്ട് അവർ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സെൻസർ കോടതികളും കാര്യങ്ങളും പറഞ്ഞിട്ട് പോലും അവർ ഒട്ടനടി അത് മിനിറ്റുകൾക്കപ്പുറം തന്നെ CBFC അപ്പീൽ തിരിച്ചു കൊടുക്കുക, ഹർജി കൊടുക്കുക, തടസ്സ ഹർജി നൽകുക എന്നൊക്കെ പറയുമ്പം ഇതെന്തായാലും ഒരു പ്ലാൻഡ് വർക്ക് തന്നെയാണ്, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം ഇന്ന് ആ ഒരു തടസ്സ ഹർജിയിൽ നിന്ന് തളപതിയുടെ ജനനായകൻ കെവിൻ പ്രൊഡക്ഷൻസ് മുന്നേറുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അല്ലെങ്കിൽ ജാനുവരി 21 നെക്സ്റ്റ് ഹിയറിംഗ് വരുന്നത്. അന്ന് ഇനിയിപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും ഒരു പിടിയില്ല. കാരണം ഇപ്പോഴേ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. കാരണം 9-ാം തീയതി ഇറങ്ങിയ സിനിമയായിരുന്നു, ഇന്നിപ്പോൾ 13-ാം തീയതി ആയിട്ടുണ്ട്, ഇതുവരെ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ ബുക്ക് മൈ ഷോയിൽ കൂടെ 50 കോടി രൂപയോളം റീഫണ്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എവിടെ ഓവർസീസും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം അവർക്ക് ആ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾക്കും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ എത്രയുമായിട്ട് പ്രഷർ ചെയ്ത് എങ്ങനെയെങ്കിലും ഇറക്കുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എതിരായിട്ടാണ് ഇവർ പറയുന്നത് സിനിമ ഒഫീഷ്യലി റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് CBFCക്ക് അത് കൊടുക്കണമായിരുന്നു. അല്ലാതെ എന്തിനാണ് അനൗൺസ് ചെയ്യുന്നതെന്ന് റിലീസ് ഡേറ്റ്. എല്ലാ സിനിമയും റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് CBFCക്ക് റിവ്യൂ ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നുമില്ല. ഇതൊരു അതാണ് തളപതി വിജയ്ക്ക് വരുമ്പോൾ ഒരു പുതിയ ന്യായമാണ്. പരാശക്തിയും സിനിമയ്ക്ക് റിവ്യൂ കൊടുത്തത് സിനിമ ഡേറ്റ് അനൗൺസ്മെന്റ്, സിനിമ എന്നാണ് റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്തതിന് ശേഷം തന്നെയാണ്, അല്ലാതെ അതിന് മുമ്പൊന്നും അല്ലല്ലോ. അപ്പോൾ ജനനായകൻ, അതായത് തളപതി വിജയ്ക്ക് ഒരു പുതിയ നിയമമാണ്, ബാക്കി എല്ലാവർക്കും സെയിം നിയമമാണ്. തളപതി വിജയ്ക്ക് സിഗരറ്റ് വലിച്ചാൽ എല്ലാവരും കെട്ടുപോകും, പുള്ളിയുടെ പടത്തിൽ സോഷ്യലിസം സംസാരിച്ചാൽ എല്ലാവരും അതിലേക്ക് പോകുമെന്നുള്ളൊരു പേടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മാറി തളപതി വിജയ്ക്ക് വരുമ്പോൾ വീണ്ടും വരുന്നത് കരൂർ ദുരന്തത്തെക്കുറിച്ചാണ്. അവിടെ ഒരു 40-41 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ് ഈ സംഭവം നടന്നത്. അതായത് TVK തമിഴക വെട്രി കഴകത്തിൻ്റെ അധ്യക്ഷനും ഇപ്പോൾ അടുത്ത ഇലക്ഷനിൽ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആക്കി നിൽക്കാൻ പോകുന്ന തളപതി വിജയുടെ ആ ഒരു പാർട്ടിയും ആ ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട് ഒരു കരൂർ ദുരന്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കരൂർ സ്റ്റാമ്പേഡ്. അപ്പോൾ 40-41 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് CBI എൻക്വയറിക്കായിരുന്നു ഇന്നലെ ഡൽഹിയിലേക്ക് 11 മണിയോടെ തളപതി വിജയ് എത്തിയത്. അപ്പോൾ ഒരു കറുത്ത ഷർട്ട് ധരിച്ചിട്ടാണ് തളപതി വിജയ് വന്നത്. അതായത് ഇതിനു മുമ്പ് പൊളിറ്റിക്സിൽ വന്നതിന് ശേഷം ഇതിനു മുമ്പ് തളപതി വിജയ് കറുത്ത ഷർട്ട് ഇട്ടത് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഒരു കസ്റ്റോഡിയൽ ഡെത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് അവിടുത്തെ DMK ഗവൺമെന്റിനെതിരായിട്ട് കറുത്ത കളർ ടീഷർട്ട് ഉപയോഗിച്ചാണ് തളപതി നിന്നത്. അതായത് പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് നിന്നത്. അതിനുശേഷം ഇന്നാണ് ഇപ്പോഴും പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഒരു കറുത്ത ഷർട്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റിനെതിരെ. കാരണം സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പൊളിറ്റിക്കൽ എനിമിയും ഒന്ന് ഐഡിയോളജിക്കൽ എനിമിയുമാണ്. അപ്പോൾ രണ്ടുപേരെയും താങ്ങാനും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ് തളപതി വിജയ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു 5-6 മണിക്കൂറോളം, അതായത് 1 മണിക്കൂർ ഫുഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് 4-4.5 മണിക്കൂറോളം ചോദ്യങ്ങൾ CBI എൻക്വയറി ഓഫീസിൽ CBIയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ CBI ചോദിച്ച ചോദ്യങ്ങളെ എന്തുകൊണ്ടാണ് എന്തായാലും ആദ്യം, അതായത് ഓരോ ന്യൂസും കാര്യങ്ങളും ലെജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള ഇന്ത്യ TV അങ്ങനത്തെ എല്ലാം ലെജിബിൾ ആയിട്ടുള്ള നമ്മൾക്ക് അറിയാവുന്ന ഇന്ത്യയിലെ തന്നെ വലിയ ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്ത്, അതായത് ഇത് ഒറിജിനൽ ആയിരിക്കണമെന്നൊന്നുമില്ല, ബട്ട് 50% വിശ്വസിക്കുന്നതാവുന്നു അങ്ങനെയൊന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തളപതി വിജയോടേക്ക് ചോദിക്കുന്നത് എന്താണ് അവിടെ നടന്നതെന്നൊന്ന് കൃത്യമായിട്ട് പറയണം. എന്താണ് അതൊരു പ്രൊഫോമ, അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം മൊത്തമായിട്ട് പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചത് അവിടെ വെള്ളവും സജ്ജീകരണവും നിങ്ങൾ ഉണ്ടാക്കിയോ എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് 7 മണിക്കൂർ താമസിച്ചു വന്നു എന്നുള്ളൊരു ചോദ്യം
ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അവിടെ ഒരു കുട്ടിയെ കാണാനില്ലെന്ന് തളപതി വിജയ് പറഞ്ഞിരുന്നു. അത് വിജയ് കണ്ടിരുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പോലീസും അഡ്മിനിസ്ട്രേഷനുമായിട്ട് താങ്കൾ ഒത്തുപോയി തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾക്ക് അവിടെ ക്രൗഡിന് വരുന്ന കൂട്ടം എത്രയാണ്, അത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് തളപതി വിജയുടെ മറുപടി എന്ന് പറയുന്നത്, ഈ ഒരു പ്രശ്നങ്ങൾ അവിടുത്തെ ഗവൺമെന്റിന് വഴിയാണ് വന്നിട്ടുള്ളത്, ഗവൺമെന്റിന് അശ്രദ്ധ മൂലമാണ്. അതായത് തളപതി വിജയ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റ് അശ്രദ്ധ മൂലം, അതായത് ഭരിക്കുന്ന ഭരണ പാർട്ടിയുടെ അശ്രദ്ധ മൂലമാണ്, തമിഴ്നാട് ഭരണ പാർട്ടിയുടെ അശ്രദ്ധ മൂലമാണ് ഇത് സംഭവിച്ചത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഫെയിലുവറും ഉണ്ട്, അത് അതിയായ പോലീസിലും കാര്യങ്ങളില്ലായിരുന്നു എന്നൊക്കെ തളപതി വിജയ് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും CBI എൻക്വയറിയിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ CBI എൻക്വയറി നല്ലൊരു ഒരു 5-6 മണിക്കൂറോളം ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ദിവസത്തേക്ക് തളപതി വിജയെ, അതായത് പൊങ്കൽ ദിവസത്തിലേക്ക് അതായത് ഇന്നലെ ആയിരുന്നു ആ ഒരു എൻക്വയറി, ഇനിയിപ്പോൾ എൻക്വയറി ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് അറിയുന്നത്. തളപതി വിജയെ പൊങ്കൽ റിലീസ്, അതായത് പൊങ്കലിന് ആണല്ലോ തമിഴ്നാട്ടിൽ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികളുമായിട്ട് തമിഴ്നാട്ടിൽ പോക വേണ്ടിയതിനാൽ ഇന്ന് ആ ഒരു ഹിയറിംഗ് കാണില്ല, ആ ഒരു എൻക്വയറി ഉണ്ടാവില്ലെന്നാണ് അറിയുന്നത്. അടുത്ത ദിവസം അവർ പെട്ടെന്ന് തന്നെ അറ്റ് ദി ഏർലിയസ്റ്റ് കൺവീനിയൻസിൽ തന്നെ സമൻ അയക്കുമെന്നാണ് CBI അറിയിച്ചെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു CBI എൻക്വയറി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോയിലൊക്കെ വളരെ ഒരു ഒരു സിറ്റുവേഷൻ മോശമായ ഒരു അവസ്ഥയിലും കാണുന്നുണ്ട്, ഓക്കെ ആയ അവസ്ഥയിലും കാണുന്നുണ്ട്. എന്താണ് കറക്റ്റ് ആണെന്ന് അറിയില്ല. അപ്പോൾ തളപതി വിജയ് ഇപ്പോൾ ഒരു ഫിലിമിലും പൊളിറ്റിക്സ് രണ്ട് സൈഡും കിടന്ന് കറങ്ങിയാണ്. ഒന്ന് തളപതി വിജയുടെ ജനനായകൻ റിലീസ്, രണ്ട് വരുന്നത് CBI എൻക്വയറി TVKയുടെ ഭാഗമായിട്ട്. രണ്ടിലും തളപതി വിജയ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിഞ്ഞ് തന്നെ നോക്കണം. ആൻഡ് CBFC ഒന്ന് പുറപ്പെട്ടിറങ്ങിയിട്ടുണ്ട് തളപതി വിജയുടെ സിനിമ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ്. ഇവിടെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രഷറുമാണ്. ആൻഡ് ഒരു സംഭവം നടന്നാൽ, അതായത് CBIക്ക് കേസ് എടുക്കാം അല്ലെങ്കിൽ സമൻ അയച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ജില്ലയിൽ വെച്ച് തന്നെ നടത്തണമെന്നുള്ളൊരു ചോദ്യം എന്തോ ഉണ്ടായിരുന്നു. ബട്ട് ഇത് തമിഴ്നാട്ടിലാണ് നടന്നത്, പക്ഷെ ഡൽഹിയിലാണ് വരാൻ വേണ്ടി സമൻ അയച്ച് ഈ മീറ്റിങ്ങുകളും ഇൻവെസ്റ്റിഗേഷനും നടത്തിയത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ അലയൻസുമായിട്ട് ചേരണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ, അല്ലെങ്കിൽ ജനനായകൻ റിലീസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യങ്ങൾക്കായിരിക്കുമോ, അല്ലെങ്കിൽ നീ തകർത്ത് കളയുമെന്നുള്ള ചോദ്യങ്ങൾക്കായിരിക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം അവരെന്താണ് ചോദിച്ചതെന്ന്. എന്തായാലും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിപ്പം തളപതി പോയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ അടുത്ത ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. CBIയുടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും വളരെ ദുരൂഹതയുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ലാത്തതാണ്. കാരണം അവരുടെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ അതിൻ്റെ അകത്തു മാത്രം അറിയുന്നതാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ തളപതി വിജയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കഷ്ടം തന്നെയാണ്. കാരണം എന്താണ് ചെയ്യുക എന്നുള്ളൊരു ഡിസിഷൻ പെൻഡിങ് ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എല്ലാ മെൻ്റലും ഫിസിക്കൽ ഹെൽത്തും നല്ല എനർജിയായിട്ട് ഗെയിനായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കാരണം ഇത് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ക്രൈറ്റീരിയ പുള്ളി ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു പുതിയൊരു മുഖമാണ്. അപ്പോൾ കണ്ടറിയാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തളപതി വിജയുടെ തീരുമാനങ്ങൾ ഇനി എന്തായിരിക്കും, TVKയുടെ തീരുമാനങ്ങൾ എന്തായിരിക്കും, ജനനായകൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കുമെന്ന്. മൊത്തത്തിൽ തളപതി വിജയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഞാനിന്മേൽ, അത് എന്തോ പറയുമല്ലോ, ഞാനിന്മേൽ തുടക്കോ, ആ ഒരു സംഭവമാണ് ഗൈസ് സത്യം പറഞ്ഞാൽ. അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് വരാൻ മറക്കാതെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഹൈപ്പേറ്റിക്കോ റെക്കമെൻഡ് ചെയ്തു. ലവ് യു ഗൈസ്, ബൈ ബൈ ഉമ്മ.